നമസ്കാരം. F41 മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മെഡ്ലോഞ്ചസ് എന്ന ഹോസ്പിറ്റലിലാണ്. ഇവിടെ ശരിക്കും മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഫിറ്റിംഗ് ചെയ്യാനുള്ള, അതായത് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നമുക്ക് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടോ അതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മൾ ഒത്തിരി സമയം എടുക്കാതെ അത് നീക്കം ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. അതുകൂടാതെ എന്ന് പറയുന്ന ബോഡി മസിൽസ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരാം, ഇവിടുത്തെ ഡോക്ടറെ കാണാം, ഡോക്ടറുടെ ഉപദേശം തേടാം. ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ അതിനും ഇവിടെ പരിഹാരമുണ്ട്. നമുക്ക് ഏത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ ഏത് സൗന്ദര്യത്തിൻ്റേതായ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് ഡോക്ടറെ ഉപദേശം തേടി അതിൻ്റെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം കൊണ്ട് എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഡോക്ടറുടെ നമ്പർ വെക്കുന്നുണ്ട്, നമ്മുടെ കോൺടാക്റ്റ് നമ്പർ വെക്കുന്നുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം, അതേപോലെ ഡോക്ടറെ വിളിക്കാം, ഉപദേശം തേടാം. ഇതിലൂടെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. നല്ലൊരു കാര്യമാണ്, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനൊരു ഹോസ്പിറ്റലുണ്ടോ, ഇങ്ങനെയുള്ള ഡോക്ടറുണ്ടോ, ആരോടാ ചോദിക്കുക എന്നുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ സംശയത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടായേക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സന്തോഷത്തോടെ തിരിച്ചു പോവുക. ഓക്കെ. നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജോസഫ് തോമസ് എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ തൃശ്ശൂരാണ് ചെയ്തത്. MBBS ഗ്രാജുവേഷന് ശേഷം ഞാൻ ആക്ച്വലി ഹൈദരാബാദിൽ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഫെലോഷിപ്പ് ഇൻ എസ്തെറ്റിക് മെഡിസിൻ ഫെലോഷിപ്പ് ഞാൻ ചെയ്തത്.
അതിനുശേഷം അവിടെ തന്നെ ഞാൻ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എക്സിക്യൂട്ടീവ് MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പൂർത്തിയാക്കി. ശേഷം ഞാൻ ബോസ്റ്റൺ US അവിടെ നോൺ സർജിക്കൽ ബോഡി ഷേപ്പിംഗ്, ബോഡി കോൺട്രോളിങ്, ലേസർ ഹെയർ റിഡക്ഷൻ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിനെല്ലാം ഫെലോഷിപ്പ് ബോസ്റ്റണാണ് ചെയ്തത്. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ദുബായിൽ അമേരിക്കൻ അക്കാഡമി ഓഫ് ആൻറ്റി ഏജിങ് മെഡിസിൻ, ഇന്നത്തെ ഒരു ബൂമിങ് സെക്ടറാണ് ഈ ആൻറ്റി ഏജിങ്. വൈഡ് ഒരു വലിയൊരു ടോപ്പിക്കാണ് ആൻറ്റി ഏജിങ്. അപ്പോൾ ആൻറ്റി ഏജിങ്ങിൻ്റെ ഫെലോഷിപ്പ് വീണ്ടും അവിടെ ഡിഫറെൻറ്റ് കോഴ്സസും കാര്യങ്ങളെല്ലാം ഫെലോഷിപ്സ് എല്ലാം അവിടെ ചെയ്തു. പിന്നെ തിരിച്ചു വന്നു. ഫൈനലി ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതലും റിക്വയർമെൻറ്റ് നമ്മുടെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിനാരിയോയിൽ നോൺ സർജിക്കൽ അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് പ്രൊസീജിയറിനേക്കാളും കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്നത് പെട്ടെന്ന് ഫാറ്റ് പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ബോഡി ഷേപ്പ് ചെയ്യാം എന്നുള്ളതാണ് എപ്പോഴും എല്ലാവരും കൺസേൺ. തീർച്ചയായിട്ടും നോൺ സർജിക്കൽ പ്രൊസീജിയർ ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലപ്പോൾ ആഴ്ചകളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് അവർക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഡോക്ടർ എനിക്ക് 2 ആഴ്ച സമയം വേണം, ആ 2 ആഴ്ച കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇനീഷ്യലി അത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അല്ലാതെ ചിലപ്പോൾ 1 മാസം എടുക്കും കേട്ടോ, 1.5 മാസം എടുക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ സിഡ്നി, ഓസ്ട്രേലിയ സിഡ്നിയിൽ അവിടെ പോയി ഒരു ഡോക്ടറിൻ്റെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്തു. അത് ലേസർ ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറാണ്. US പേറ്റന്റ് പ്രൊസീജിയറാണ് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ. അത് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് കേസസ് ഹാൻഡ്സ് ഓൺ ഒക്കെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ വന്നു. അവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്രയൊരു അത് മാത്രം ഫോക്കസ് ചെയ്ത് ആരും ചെയ്യുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഞാൻ പിന്നെ തിരിച്ചിങ്ങ് പോകുന്നു. ഇവിടെ വന്നിട്ട് സ്റ്റാർട്ടഡ് ആൻറ്റി ഏജിങ്, നോൺ സർജിക്കൽ, മിനിമലി ഇൻവേസീവ്, പിന്നെ പറഞ്ഞ ബേസൽ ലൈപ്പോസക്ഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടന്നു. പിന്നെ അത് ചെയ്യുന്നു, കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പം സാറിപ്പോൾ എത്ര വർഷമായിരുന്നു ഈ നമ്മളെ കോസ്മെറ്റിക് പ്രൊസീജിയർ അല്ലെങ്കിൽ എസ്തെറ്റിക് ഫിസിഷ്യൻ എന്നാണ് നമ്മളെ പറയുക. എസ്തെറ്റിക് പ്രാക്ടീസസ് ആണ് ചെയ്യുക. അപ്പോൾ എസ്തെറ്റിക് പ്രാക്ടീസ് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 5-6 years ആയി ഞാൻ ചെയ്യുന്നു. ഈ പറഞ്ഞ ബേസൽ ലൈപ്പോസക്ഷൻ ഞങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു 3 years ആയിട്ട് 3.5 years ആയിട്ട് ഞാൻ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്? നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടാണത്? അതെ, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം പുറത്തുനിന്ന് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ രജിസ്റ്റേർഡ് ആണത്. പക്ഷേ പെട്ടെന്ന് ഒരാൾ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഈ കോഫി ഷോപ്പിലാണെങ്കിലും ആൾക്കാർ ഇത് ഹോസ്പിറ്റലാണോ, ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചു, ഞാനത് ചോദിച്ചത്. ഒഫീഷ്യൽസ് വരുമ്പോഴും അവർ പറയുന്നത് റിസോർട്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കും. അതാണെങ്കിലും നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഫിയർ ഉണ്ടാവും. തീർച്ചയായിട്ടും. വാക്സിൻ എടുക്കാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആരെങ്കിലും കാണാനാണെങ്കിലും ഉള്ളിനുള്ളിൽ നമുക്ക് എപ്പോഴും ഹോസ്പിറ്റൽ ഈസ് അറ്റാച്ച്ഡ് ടു എ നെഗറ്റീവ് ഫിയർ. അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വൈബ് എപ്പോഴും ഹോസ്പിറ്റലിൽ, അസുഖം, വയ്യായിക, ഇതാണ് എപ്പോഴും എല്ലാവർക്കും 100% ആൾക്കാർക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിനെ മാറ്റണം, അതാണ് എൻ്റെ ചിന്ത. ഇപ്പം വരുന്നവരാണെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് വരുന്ന ഒരു ട്രഡീഷണൽ കൺവെൻഷണൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ അസുഖക്കാർ വരുന്ന സ്ഥലമല്ല, ദേ ആർ ഫിറ്റ്, ഹെൽത്തി. അവർ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക എൻഹാൻസ് ചെയ്യുന്നു. അത് ബ്യൂട്ടി ആവാം, അത് വെൽനെസ് ആവാം, അത് ഫിറ്റ്നസ് ആവാം. നമ്മൾ അവരെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിനകത്ത് നമുക്കൊരു കോഫി ഷോപ്പ് വേണം, ഇവിടെ വരുന്നവർക്ക് റിലാക്സ് ചെയ്യാം. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, നമുക്ക് നമ്മുടെ ഓൺ ഫിറ്റ്നസ് സെൻറ്റർ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ആയുർവേദ വിങ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻ ഹൗസ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്നിട്ടാണ് നമ്മളിതിന് നെയിം ഇട്ടത് മെഡ് ലൗഞ്ചസ് എന്ന് പേരിട്ടത്. കാരണം ലൗഞ്ച് ഇപ്പം നമ്മൾ എയർപോർട്ടിലാണെങ്കിലും ഇപ്പം ഡിഫറെൻറ്റ് ഏരിയയിൽ നമ്മൾ പോകുമ്പോൾ ലൗഞ്ചസിൽ നമ്മൾ പോകുന്നതിൻ്റെ അർത്ഥം നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി. അവിടെ ലോഞ്ചിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ വന്ന് കാണാമെന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് റിലാക്സ്, വേറെ ഒന്നും ഇപ്പോൾ തൽക്കാലം ആലോചിക്കേണ്ട, റിലാക്സ് ചെയ്യാം, ബാക്കി വി വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എല്ലായിടത്തും ലോഞ്ചസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് ലോഞ്ചസ്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിറ്റ്നസ്, വെൽനസ്, ഇതെല്ലാം കൂടെ നമ്മൾ ലോഞ്ചസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് മെഡ് ലോഞ്ചസ് എന്ന് പേര് വിളിക്കുന്നത്. സോ നമുക്കിതിനകത്ത് ഡെന്റൽ വിങ് ഉണ്ട്, അതിന് നമ്മുടെ സ്മൈൽ ലോഞ്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കണ്ണിൻ്റെ ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഡ്വാൻസ് ഒരു സംഭവം അപ്കമിങ് ആണ് വരുന്നത്. അത് നമ്മൾ വിഷൻ ലോഞ്ച് എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ എസ്തെറ്റിക് പ്രാക്ടീസ് എല്ലാം ബോഡി ലോഞ്ച്, ആയുർവേദത്തിന് ആയുർ ലോഞ്ച്. അപ്പോൾ അതെല്ലാം ലോഞ്ചസ് ആണ്, ഡിഫറെൻറ്റ് ലോഞ്ചസ് ഒരുമിച്ച് കൊണ്ടുവരുന്നു അണ്ടർ വൺ റൂഫ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇവിടെ വരുന്നവർ ഒന്നും നമുക്ക് കാഷ്വാലിറ്റി, എമർജൻസി സർവീസസ് അല്ല അങ്ങനെയുള്ള എമർജൻസി പരിപാടികളൊന്നുമില്ല. ഇവിടെ വരുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കണം, അതിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ നമ്മൾ അവരെ കൂടുതൽ ഹെൽത്തി ആക്കണം.
അവരെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നു. അതിപ്പോൾ ബ്യൂട്ടി ആണെങ്കിലും അത് ഞാൻ വീണ്ടും പറയുന്നത് ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് ഈ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ പതുക്കെ കൺട്രോൾ ചെയ്യാം. പല മെത്തേഡ്സ്, നാച്ചുറൽ മെത്തേഡ്സ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനെയൊക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, ഇവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ ആൻറ്റി ഏജിങ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യും. ബോഡി ഷേപ്പിംഗ്, ബോഡി കോൺട്രോളിങ്, അതായത് നോൺ സർജിക്കലിയും സർജിക്കലിയും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യും. ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ഡെന്റൽ ഡോക്ടേഴ്സും ഡെന്റൽ വിങ്ങും വേറെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഉണ്ട്. ഫിസിയോതെറാപ്പി, ഐ ടെസ്റ്റ്, റീഹാബിലിറ്റേഷൻ ഉണ്ട്. പിന്നെ ഫാമിലി മെഡിസിൻ, അത് നമ്മുടെ നാട്ടിലൊരു അപ്കമിങ് ബ്രാഞ്ചാണ് ഫാമിലി മെഡിസിൻ. പുറമെ ഇപ്പം ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസിൽ പോയാലും നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ ആദ്യം കാണാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ പോയി കാണണം. തീർച്ചയായിട്ടും. റെഫറൻസിന് നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി, കാരണം അത് അവരെ ഫസ്റ്റ് തുടങ്ങി എല്ലാ കെയർ ചെയ്തുകൊണ്ട് അവരാണ്. അപ്പൊ എല്ലാ കാര്യവും അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു വിങ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇൻചാർജ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫാമിലി മെഡിസിൻ തന്നെ ചെയ്ത ഡോക്ടറാണ്. ഡോക്ടറിനെയാണ് ഫാമിലി മെഡിസിൻ ഫിസിഷ്യൻ. അപ്പോൾ പുള്ളിക്കാരി പീഡിയാട്രിക്സ്, കുഞ്ഞു കുട്ടികൾ തൊട്ട് ജീരിയാട്രിക്സ്, പ്രായമായിട്ടുള്ളവരെ വരെ ടേക്ക് കെയർ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫാമിലി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ, ഫിറ്റ്നസ്, ആയുർവേദ, ഡെന്റല്, ഡയറ്റീഷ്യൻ സർവീസസ്. നമുക്ക് എന്തൊക്കെയാണോ ഒരു വെൽനെസ് ഓറിയന്റഡ് ആയിട്ട് വേണ്ടത്, അസുഖക്കാർക്കല്ലാതെ എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ബട്ട് വി ആർ ഫോക്കസിങ് ഓൺ കോസ്മെറ്റിക് എസ്തെറ്റിക് പ്രാക്ടീസസ്. പല സ്ഥലങ്ങളിൽ പോകുന്നതിനനുസരിച്ച് ഇവിടെ വന്ന് എല്ലാ രീതിയിലുള്ള എക്സാക്ട്ലി പറഞ്ഞ വെൽനെസ് അല്ലെങ്കിൽ ഈ എന്താ പറയുക പ്യുവർലി ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിന് അതിപ്പോൾ നമുക്കിവിടെ ഇൻ ഹൗസ് ഇപ്പോൾ ഒരു വിസിറ്റിംഗ് പ്ലാസ്റ്റിക് സർജനും കൂടെ ഉണ്ട്. സോ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ പോലും കുറച്ചുകൂടെ സർജിക്കലായിട്ട് ഇപ്പം സാഗ് ചെയ്ത് കിടക്കുന്ന സ്കിന്ന് കട്ട് ചെയ്ത് കളയുക, ടമ്മി ടക്കിങ്, മാമോപ്ലാസ്റ്റി, ബ്രസ്റ്റ് റിഡക്ഷൻ സർജറീസ്, ഇങ്ങനത്തെ എന്ത് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇൻ ഹൗസ് വിസിറ്റിംഗ് ഒരു പ്ലാസ്റ്റിക് സർജൻ ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് സർജൻ്റെ നേതൃത്വത്തിൽ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഷുവർ. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് റേസർ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണെന്നുള്ളതാണ്. സോ റേസർ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ US-ന്റെ പേറ്റന്റ് പ്രൊസീജിയറാണ്. അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് ഫാറ്റിനെ മെൽറ്റ് ചെയ്ത് എടുത്തു കളയും. ഇതാണ് പ്രൊസീജിയർ റേസർ ലൈപ്പോസെക്ഷൻ. സോ അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ ഹോൾസുകൾ, ചെറിയ 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ചെറിയ മുറിവുകളിട്ട്, തൊലിയിൽ ചെറിയ മുറിവുകളിട്ട് നമ്മൾ ഫാറ്റിനെ മെൽറ്റ് ചെയ്ത് ആ ഹോളിൽ കൂടെ തന്നെ നമ്മൾ ഫാറ്റ് എടുത്ത് കളയുന്ന പ്രൊസീജിയറാണ് ലേസർ ലൈപ്പോസെക്ഷൻ. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഒരു ഐഡിയൽ ക്ലയൻസ് അല്ലെങ്കിൽ ഐഡിയൽ കാൻഡിഡേറ്റ്സ് ഫോർ ലേസർ ലൈപ്പോസെക്ഷൻ ഈസ് എ പേഴ്സൺ ബിറ്റ്വീൻ 50-55 kg തൊട്ട് ഒരു 85-90 kg വരെയുള്ളവരാണ് ഐഡിയൽ പേഷ്യൻസ്. അതായത് സ്കിന്ന് ടൈറ്റ് ആവാനും അവർക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു വെയിറ്റ് കാറ്റഗറി. പിന്നെ ഡെഫിനറ്റ്ലി വെയിറ്റ് മാത്രമല്ല, അവരുടെ ഏജ് ഒരു ഫാക്ടറാണ്. അവരുടെ അസുഖങ്ങൾ, എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരാൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇതാണ് അതിൻ്റെ ഒരു നോർമൽ ഒരു രീതി. അല്ല, ഇപ്പോൾ ചിലർ ഇപ്പോൾ 100-120 കിലോയ്ക്ക് മുകളിൽ പോയി ഇൻസാഗിങ്, അതായത് ഇപ്പോൾ 100 കിലോയ്ക്ക് 120 കിലോയ്ക്ക് മുകളിൽ പോയിട്ട് തിരിച്ച് വരുന്നവർക്ക് തൊലി ഒരു പരിധി വരെ ടൈറ്റ് ആയി പറ്റും. അല്ലെങ്കിൽ പോസ്റ്റ് ബേരിയാട്രിക് സർജറി, ഇപ്പം ആമാശയം ചെറുതാക്കുന്ന, നമ്മളിവിടെ ചെയ്യാറില്ല, പുറമേ ചെയ്തിട്ട് വരുന്നവരുണ്ട്. ആമാശയം ചെറുതാക്കുന്ന ഒരു 100-120-150 കിലോയ്ക്ക് മുകളിലുള്ളവർ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അവർ വണ്ണം കുറയും, അവർ വെയിറ്റ് കുറയും, പക്ഷെ തൊലി താഴേക്ക് തൂങ്ങി കിടക്കും. അവർക്ക് നമ്മൾ ലേസർ ലൈപ്പോസെക്ഷൻ അല്ല അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടമ്മി ടക്കിങ് അല്ലെങ്കിൽ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയും. വയറിൻ്റെ സ്കിന്ന്, ചെസ്റ്റിൻ്റെ സ്കിന്ന്, കൈയുടെ സ്കിന്ന്, കാലിൻ്റെ സ്കിന്ന്, എവിടെയാണോ സ്കിൻ എക്സസ് ഉള്ളത് നമുക്കത് എടുത്ത് കളയാം. അതിന് ആം ലിഫ്റ്റ്, തൈ ലിഫ്റ്റ് അല്ലെങ്കിൽ അപ്പർ ബോഡി ലിഫ്റ്റ് എന്നൊക്കെ പറയും. അത് പ്ലാസ്റ്റിക് സർജനാണ് ചെയ്യുക. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് സർജൻ്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ്, ചിലർക്ക് 360 ടമ്മി ടക്ക് എന്ന് പറയും. ബാക്ക് വരെ പോയി എക്സസ് സ്കിന്നിനെ എടുത്ത് കളയും. ബ്യൂട്ടിഫുൾ റിസൾട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്ത് അവരൊരു 1 മന്തിൻ്റെ ഒക്കെ ഒരു റിക്കവറി പീരീഡ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ഒക്കെ ഉണങ്ങണം. അതെല്ലാം കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ടിലേക്ക് വരും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ലേസർ ലൈപ്പോസെക്ഷൻ അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ ബ്രസ്റ്റ് റിഡക്ഷൻ പ്രൊസീജിയേഴ്സൊക്കെ, ബ്രസ്റ്റ് റിഡക്ഷൻ പ്രൊസീജിയേഴ്സൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഇന്ന് വന്നു, നാളെ നമ്മൾ പ്രൊസീജിയർ ചെയ്തു, നാളെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പ്രൊസീജിയേഴ്സ്. ഈ ബ്രസ്റ്റിൻ്റെ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഫാറ്റും എക്സസ് സ്കിന്നും, അതും പ്ലാസ്റ്റിക് സർജറിയാണ്, എക്സസ് ആയിട്ടുള്ള ഫാറ്റും സ്കിന്നും നമ്മൾ എടുത്ത് കളയുന്നു. അതിന് കാര്യമായിട്ടൊരു സ്യൂച്ചറിങ് പോലും ഇല്ല. കാര്യമായിട്ടുള്ള സ്യൂച്ചറിങ് എന്ന് പറഞ്ഞാൽ
അബ്സോർബബിൾ സ്യൂച്ചറാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. നമ്മൾ പിന്നീട് എടുത്തു കളയണം, തന്നെ ഹീലായിപ്പോകും. വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ. ഇത് ഒരു സർജറി ആണോ അത്? സർജിക്കൽ പ്രൊസീജിയറാണ്. ഒരു മൈനർ അല്ല, അത്യാവശ്യം ഒരു മേജർ പ്രൊസീജിയർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് റിക്കവറിയുടെ സമയം വേണ്ട. 4-5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കും. നമുക്ക് അറിയിക്കാനുള്ളത് കുറേ പേരുടെ സംശയത്തിന്റെ വരുന്നതാണ്. അപ്പോൾ ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പം ബ്രസ്റ്റ് തൂങ്ങിക്കിടക്കുന്നവർക്ക് റിമൂവ് ചെയ്തിട്ട് നോർമലി നേരെ മറിച്ച് ബ്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് പെൺകുട്ടികളുടെ ലേഡീസിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് പ്രശ്നങ്ങൾ മാറി കിട്ടാനായിട്ട് ഇപ്പൊ ബ്രസ്റ്റ് ഇല്ലാത്തവർക്ക് രണ്ട് രീതിയിലാണ് ബ്രസ്റ്റ് എൻഹാൻസ്മെന്റ്. ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. പക്ഷെ ബേസിക്കലി പറഞ്ഞു വരുന്ന 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഗായത്രി പറഞ്ഞതുപോലെ തന്നെ ഫാറ്റ് ഇഞ്ചെക്ട് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ നിന്ന് ഇപ്പം അൺവാണ്ടഡ് ഏരിയ, അമ്മയുടെ ഏരിയയിൽ നിന്ന് ഫാറ്റിനെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ റീ ഇഞ്ചെക്ട് ചെയ്യാം. ബ്രസ്റ്റിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ തൊലി ഒരു ലിമിറ്റേഷൻ ആണ്. ഇപ്പം ഒരാൾക്ക് നല്ല വലിപ്പം വേണം, നമ്മുടെ തൊലി ഇത്രയേ ഉള്ളെങ്കിൽ നമ്മൾ എത്ര ഫാറ്റ് ഇഞ്ചെക്ട് ചെയ്താലും ഒരു പരിധിക്കപ്പുറത്ത് അത് എൻഹാൻസ്ഡ് ആകും. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ വേറെ പല മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ സെഷൻസ് ആയിട്ട്, ഇപ്പോൾ ഫാറ്റ് ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി റിക്വയർസ് മൾട്ടിപ്പിൾ സെഷൻ. ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 1.5-2 മാസത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ചിലപ്പോൾ ഒരു 4-5 തവണയൊക്കെ ചെയ്യേണ്ടി വരും. ഫാറ്റ് വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യണം, സ്കിന്ന് വലിഞ്ഞ് വരാൻ വേണ്ടി. അല്ല, അവർ പറയും 1 സെഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ്സ്. നമ്മുടെ പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്, സിലിക്കോൺ ഇംപ്ലാന്റ്സ്. നമുക്ക് അത് പ്ലാസ്റ്റിക് സർജൻ്റെ ഒരു രീതി പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ ഡേ കെയർ പ്രൊസീജിയർ. രാവിലെ വന്ന് ചെയ്താൽ വൈകുന്നേരം വീട്ടിൽ പോകാൻ പറ്റും. ബ്രസ്റ്റ് ഈ പറഞ്ഞ ഇംപ്ലാന്റ് വെക്കുന്നതാണ്. സൈഡ് എഫക്ട്സിനേക്കാളും കൂടുതൽ ഇംപ്ലാന്റ്സ് എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ദാറ്റ് ഈസ് എ ഫോറിൻ ബോഡി. അപ്പോൾ അതിനൊരു കാലാവധിയുണ്ട് നമ്മുടെ ശരീരത്തിൽ വെക്കാൻ. പഴയ കാലത്ത് പറഞ്ഞാൽ ചിലപ്പം 5 വർഷം 4 വർഷത്തിന് ശേഷം അത് പഴകി തുടങ്ങും, നമ്മൾ മാറ്റണം. ഇന്നത്തെ ഒരു അഡ്വാൻസ്ഡ് രീതിയിൽ ഒരു 10 to 15 years ഒക്കെ ശേഷം നമ്മൾ പുതിയ ഇംപ്ലാന്റ് വെക്കണമെന്നാണ് പ്ലാസ്റ്റിക് സർജൻ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. എന്താ പറയുക, ഒരു നെഗറ്റീവ് എന്നല്ല, അതിൻ്റെ ഒരു നമ്മുടെ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പെട്ടെന്ന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യമാണ്. 10-15 years ശേഷം എക്സാക്ട്ലി ഫോറിൻ ബോഡിയാണ്. അപ്പം ഫാറ്റ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഓൺ ബോഡിയുടെയാണ്. അത് റിപ്പീറ്റഡ് പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ പോലും അതിന് വേറെ സൈഡ് എഫക്ട്സോ വേറെ കാര്യങ്ങളോ വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റിസ്ക് ഫ്രീ അല്ല ഇതൊന്നും. സർജിക്കൽ പ്രൊസീജിയറാണ് ഇതെല്ലാം. അപ്പം എന്തൊക്കെ ഇപ്പോൾ സൈഡ് എഫക്റ്റുകൾ കമ്പാരിറ്റീവ് സൈഡ് എഫക്റ്റുകളെല്ലാം കുറവായിരിക്കും. റിസ്കുകൾ ഡിപ്പെൻഡ്സ് ഓൺ ഈ പറഞ്ഞ ഏജ്, കോമോർബിഡിറ്റീസ്, പ്രഷർ, ഷുഗർ. ഏജ് ഇനി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണോ? ഏജ് ഡെഫിനറ്റ്ലി ഒരു ഇൻഡിക്കേറ്റർ ആണ്. പക്ഷേ ഏജ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ സാധ്യതയില്ല. അതായത് പറയുകയാണെങ്കിൽ ചിലത് ഇപ്പോൾ നമ്മൾ ഒ പി ഡിയിലേക്ക് വരുമ്പോൾ ചാർട്ട് നോക്കുമ്പോൾ ഒരു 55 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ 55-60 വയസ്സ് ഞങ്ങൾ ഇവരൊക്കെ ചെയ്യണോ എന്ന് വിചാരിക്കും. നമ്മുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ചെയ്യാറിയാവും. അവർ നന്നായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏജ് ഒരു ഫാക്ടറല്ല അവരുടെ കാര്യത്തിൽ, ഒരിക്കലും ഫാക്ടറല്ല. കാരണം അവർ യങ് ആണ്, അവർ നല്ല ഹെൽത്തിയാണ്. നമ്മൾ ഡെഫിനറ്റ്ലി അവർക്ക് പ്രൊസീജിയർ ചെയ്തു കൊടുക്കും. നേരെ തിരിച്ച് സംഭവിക്കും. ഒരു 45 year അല്ലെങ്കിൽ 40 year ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഫയൽ നോക്കുമ്പോൾ 40 വയസ്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞ് വരുമ്പോൾ ഏന്തി വലിഞ്ഞൊക്കെ ചെല്ലു എന്ത് വെച്ചെന്ന് പറയുമ്പോൾ അപ്പം ഏജ് എപ്പോഴും ഒരു ഫാക്ടർ അല്ല, പക്ഷെ ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ്. പ്രേക്ഷകനോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ പറയാം. അതായത് ഏറിയാൽ 80 അല്ലെങ്കിൽ 90 വയസ്സ് വരെയൊക്കെ നമ്മളെല്ലാവരും തന്നെ ജീവിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിൽ നമ്മൾ കൂടുതൽ നമ്മുടെ ബോഡിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചോ ചിന്തിച്ച് ആകുലപ്പെട്ട് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കാതിരിക്കുക. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ബോഡി റിലേറ്റഡ്, ബോഡി സ്കിന്നിന് കളറാവാം, സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടുകളാവാം, ബോഡി ഷേപ്പ് ആവാം. ഇത് എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് ചില ലിമിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെയാണ് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ടീമിൽ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്ത് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തോ ആകുലപ്പെട്ടോ സമയവും നമ്മുടെ മുന്നോ കളയാതിരിക്കാം.